സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ്. രേവതി നക്ഷത്രം മീനക്കൂറിലാണ് ഇവരുടെ ജന്മരാശി. അതായത് മീനൻ രാശിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ബുധനും വ്യാഴനും ആകുന്നു. ഇവർ ബുധദശയിലാണ് ജനിക്കുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത ഉള്ളത്, അവർ കലാകാരന്മാരും കാവ്യകലയിലും നടനത്തിലും നൃത്തത്തിലും അതീവ താല്പര്യമുള്ളവരും നല്ല മുഖശോഭയും കാന്തിയും ഐശ്വര്യവും ഭാഗ്യവും നല്ല കണ്ണ് മൂക്ക് മുഖം എന്നിവയോട് കൂടിയവരും സ്ത്രീകൾക്ക് പ്രത്യേകമായ കുടുംബ ചാതുര്യങ്ങൾ, കുടുംബ ഐശ്വര്യങ്ങൾ, കുടുംബിനികളും ഇവർ ആയിരിക്കും. പ്രശസ്തരായ പല മഹാന്മാരും രേവതി നക്ഷത്രത്തിൻ്റെ ഉടമകളാണ്. അവർ എഴുത്തുകാർ, അഭിനേതാവ്, കലാകാരന്മാർ, ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഒപ്പം മെഡിക്കൽ ബന്ധമുള്ള പഠനമുള്ളവർ, വിദേശത്ത് വളരെ പ്രശസ്തമായ കമ്പനികൾ നടത്തുന്നവർ, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ എഴുത്തും ഗണിതവും അഭിനയവും എല്ലാം മറ്റുള്ളവർ കേൾക്കാൻ അനുയോജ്യമായി ഇവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവരും സത്യസന്ധരും ത്യാഗമനോഭാവമുള്ളവരും ആയിരിക്കും രേവതി നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ. രേവതി നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ വാക്ക് പാലിക്കുന്നതിൽ വളരെ സമർത്ഥരും വാക്കിന് അധികമായ വില കൊടുക്കുന്നവരും ഔദ്യോഗിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ ബന്ധുക്കളെ സ്നേഹിക്കുന്നവരും അമ്മ, അച്ഛൻ, അമ്മാവൻ, കുഞ്ഞുങ്ങൾ, ഭാര്യ എന്നിവർക്ക് വേണ്ടി ജീവിതം തന്നെ വളരെ ത്യാഗ മനോഭാവത്തോടുകൂടി നടത്തി ചെയ്യുന്നവരുമായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഇവർ മീനരാശിയിലാണ് ജനിക്കുന്നത്. ആ മീനക്കൂറിലാണ് ജനിക്കുന്നത്. ബുധദശയിലാണ് ഇവർ ജനിക്കുന്നത്. മറ്റ് ചില നക്ഷത്രങ്ങളെ പോലെ ഗണ്ടാന്ത നക്ഷത്രവും ആണ് ത്തിൽപ്പെട്ടതാണ്. രേവതിയുടെ 4-ാം പാദം ഗണ്ടാന്തമാണ്. അശ്വതി, മകമൂലം അതിൻ്റെ ആദ്യത്തെ കാലും, ആയില്യം, രേവതി ഇവയുടെ അവസാനത്തെ കാലും ഗണ്ടാന്തത്തിലാണ് ആചാര്യൻ സങ്കല്പിച്ചിട്ടുള്ളത്. രേവതിയുടെ വേദനക്ഷത്രം മകം ആകുന്നു. രേവതി നക്ഷത്രക്കാർ പൊതുവെ ഭക്തരും സഞ്ചാരപ്രിയരും കുടുംബസ്നേഹികളും ബന്ധുജന സ്നേഹികളും ആയിരിക്കും. ഇടവിട്ട് രണ്ട് രീതിക്കുള്ള സ്വഭാവവും കാണിക്കും. മുൻദേഷ്യം കാണിക്കും, ഉടൻ തന്നെ വളരെ സാത്വിക സ്വഭാവത്തിലേക്കും ചെന്നു വീഴും. അതുകൊണ്ട് ഇവരെ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് മിക്കവാറും 1, 2, 3 പേരുകൾ കാണപ്പെടും. സ്ഥലപ്പേരുകൾ, അല്ലെങ്കിൽ അഭിനയത്തിലോ കലയിലോ അല്ലെങ്കിൽ വിദ്യയില കൊണ്ടുള്ള നിറഞ്ഞ പേരുകൾ, ഇങ്ങനെ 1, 2 കൂടുതൽ പേരുകളും ഉണ്ടായിരിക്കും. പൊതുവെ ഇവർ സത്യസന്ധരായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ കാലഘട്ടം അവർക്ക് കണ്ടകശനിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് 1 കൊല്ലം കൂടെ അവർക്ക് അത്ര നല്ല സമയവും അല്ല. ഇവർ ബുധദശയിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ബുധൻ സാധാരണ 17 കൊല്ലം ഉണ്ട്. നമുക്ക് 4 പാദങ്ങളുണ്ട്. ഓരോ പാദത്തിൽ ജനിച്ചാൽ ഇത്ര എന്നുള്ളത് പറയാം. ബുധന്റെ 1-ാം കാലിലാണെങ്കിൽ 17 മുതൽ
താഴോട്ട് 15 വരെ. അടുത്ത രണ്ടാം കാലിലാണെങ്കിൽ 15 മുതൽ ഒരു 10 വയസ്സ് വരെ രണ്ടാം കാലും. മൂന്നാം കാലാണെങ്കിൽ 10 താഴെ 5 വയസ്സ് വരെ. നാലാം പാദം രണ്ടാം പാദമാണെങ്കിൽ 5 വയസ്സ് മുതൽ താഴോട്ടായിരിക്കും. അങ്ങനെ ബുധദശയിൽ ജനിക്കുന്ന ഇവർക്ക് നമുക്ക് ഏതാണ്ട് ജാതകം നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞൂടല്ലോ. ഇത് ഉപകരിക്കുന്നത് കൃത്യ ജാതക സമയം ഇല്ലാത്തവർക്കും ജാതകത്തിൻ്റെ ഏത് ദിശയിൽ ജനിക്കുന്നുവെന്ന് അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്. ജാതകം ഉള്ളവർക്കും ചിലപ്പോൾ സംശയമായിരിക്കും. അതുകൊണ്ട് ഈ ബുധദശയിലാണ് ഇവർ ജനിക്കുന്നത്. ബുധദശ ഏതാണ്ട് നമുക്ക് 10 കൊല്ലം കണക്കെടുക്കാം. ഈ ബുധദശാകാലത്ത് 2.5-3 കാലങ്ങളിൽ ബാലപീഡയും 3 വയസ്സിന് ശേഷം ഇവർക്ക് വിജയവും 5, 7, 9, 10 ഈ കാലങ്ങളിൽ മാതാവിനും പിതാവിനും ഉന്നതിയും ഗ്രഹയോഗവും സർക്കാർ സംബന്ധിയായോ അല്ലെങ്കിൽ പൊതുമേഖലാ സംബന്ധമായോ ഉള്ള ഉദ്യോഗങ്ങൾ കുടുംബത്തിനുണ്ടാവും. ഒപ്പം സഹോദര ബലവും സഹോദര ഗുണവും സഹോദര കുറവിയും ഈ ദശയിൽ ഇവർക്ക് അനുഭവമാണ്. ഈ ബുധദശാകാലം പൊതുവെ ഇവർക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവർക്ക് നരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. അതായത് നമ്മൾ പറയും പോലെ ജന്മി, ജോലി ഇങ്ങനെയുള്ള നരമ്പ് രോഗങ്ങൾ. അതിന് ചെറിയ മരുന്നുകൾ ചെയ്ത് ആ കാലഘട്ടത്തിൽ ബുധൻ്റെ ദശ തീരുന്നത് വരെ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ കേതുദശ 7 കൊല്ലം, ഏതാണ്ട് 17 വയസ്സ് വരെ കേതുദശ. കേതുദശയിൽ ഇവർക്ക് തുടക്കത്തിൽ അല്പം അരിഷ്ടതകൾ ഉണ്ടാകും. ചിലപ്പോൾ സ്ഥാനം മാറിയുള്ള കുടുംബത്തിന് സ്ഥാനം മാറി താമസിക്കേണ്ടി വരിക. പിന്നെ പഠനം അല്പം ദൂരോട്ട്, പിതാവും മാതാവും ദൂര സ്ഥലങ്ങളിലിരിക്കണ അങ്ങോട്ട് പോയി പഠിക്കുക, അല്ലെങ്കിൽ അവരവിടെ ജോലി മതിയാക്കി ഇവിടെ വന്നാൽ ഇവിടെ പഠിക്കുക. ഇങ്ങനെ കേതുദശ ഏതാണ്ട് 17 കൊല്ലം വരെ ഇരിക്കും. കേതുദശയിൽ ആദ്യം വിദ്യയ്ക്ക് മങ്ങലുണ്ടാകുമെങ്കിലും പിന്നീട് ഐശ്വര്യപ്രദമായിരിക്കും. പൊതുവെ ഇവർ ബുദ്ധിമാന്മാരാണ്. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. അപ്പം 17ഉം 20ഉം 37 വയസ്സിന് ശേഷം വരെ ശുക്രദശ. ശുക്രൻ ഇവർക്ക് ഏത് രാശിയിൽ നിന്നിരുന്നാലും ഭാഗ്യ ഐശ്വര്യത്തെ കൊടുക്കും. 20, 22, 23 ഈ കാലങ്ങളിൽ പഠന പൂർത്തീകരണവും. ചിലർ വിദേശത്ത് പോകും, അല്ലെങ്കിൽ ചിലർ സ്വദേശത്ത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർ വിദ്യയിൽ സമർത്ഥരായിരിക്കും. സ്ത്രീകൾക്ക് 22, 23 വയസ്സിൽ വിവാഹ യോഗവും ഒപ്പം ഉദ്യോഗ യോഗവും കാണപ്പെടുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ ഏതാണ്ട് 26-ലേക്കും 27-ലേക്കും മധ്യേ വിവാഹവും 25-ലേക്ക് ശേഷം ഉദ്യോഗവും നല്ല പഠനങ്ങളും ഉണ്ടാകും. 30, 35, 36 ഈ കാലങ്ങളിൽ പൊതുവെ കുടുംബത്തിനും മാതാവിനും പിതാവിനും അച്ഛൻ, അപ്പൂപ്പൻ എന്നിവർക്ക് പ്രത്യേക സുഖവും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും കലകളിൽ താല്പര്യമുള്ളവർക്ക് അതിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കും. ഈ ദശയുടെ അനുഭവസിദ്ധിക്ക് വേണ്ടി ദേവിപ്രീതി, ഹനുമാപ്രീതി എന്നിവ വരുത്തുകയും നാഗപ്രീതിയും കുടുംബദേവതാ പ്രീതിയും വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം. ആദിത്യ ദശാകാലത്ത് ശിവന് ജലധാരയും മഹാമൃത്യുഞ്ജയ അർച്ചനയും നടത്തി ദോഷങ്ങൾ മാറ്റുകയും ഒപ്പം ആദിത്യ ദശാകാലത്ത് ഇവർക്ക് പഠനപുഷ്ടി, സന്താനങ്ങൾക്ക് ഐശ്വര്യം, വാഹന മാനസ സൗഭാഗ്യം. ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശാകാലത്ത് ഇവർക്ക് സന്തോഷം, സംതൃപ്തി, സന്താനങ്ങൾക്ക് ഉദ്യോഗാദി ഭാഗ്യയോഗങ്ങൾ, വിവാഹാദി മംഗളകർമ്മങ്ങൾ, സൽക്കുടുംബ കീർത്തി, കലയിൽ താല്പര്യമുള്ളവർക്ക് കലാപരമായിട്ടുള്ള പേര്, പ്രശസ്തി, അംഗീകാരം. ചിലപ്പോൾ വിദേശത്തിൽ നിന്ന് സ്വദേശത്ത് വരിക, അല്ലെങ്കിൽ ചിലർ സ്വദേശത്തുള്ള വിദേശത്ത് പോവുക എന്നീ നല്ല ഗുണങ്ങളുണ്ടാകും. ഈ കാലങ്ങളിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് നന്നായി പിടിവരും. അതിന് പരിഹാരമായി ദേവിപ്രീതി, ശിവപ്രീതി, പൗർണമി
പൂജ എന്നിവയ്ക്കെല്ലാം എന്നിവയെല്ലാം നടത്തി ഐശ്വര്യങ്ങൾ വരുത്തേണ്ട ഇത് ഉത്തമമാകുന്നു. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വ പൊതുവെ നല്ല സ്ഥാനത്താണെങ്കിൽ ഭാഗ്യ ഐശ്വര്യങ്ങൾ കൂടും. 7-ലോ 8-ലോ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില തൊഴിൽ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയോ അത് ഗാർഹിക കാര്യത്തിന് വേണ്ടിയോ സന്താനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അകന്നും മാറിയും യാത്രകൾ ചെയ്തും നടക്കേണ്ട ഒരു കാലഘട്ടമാകുന്നു. ഈ ദിശയിൽ ഇവർക്ക് ഭൂമി ലാഭം, ജലയോഗങ്ങൾ, സന്താനങ്ങൾക്ക് പുഷ്ടി, സന്താനങ്ങൾക്ക് പുത്ര ജനനങ്ങൾ അല്ലെങ്കിൽ പുത്രിമാരുടെ ജനനം എന്നിവയെല്ലാം ചൊവ്വാദശയിൽ അനുഭവമത്രേ. ചൊവ്വ കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. രാഹുർ ദശാകാലം തുടക്കത്തിൽ അല്പ അരിഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും ശേഷം വാഹനം, വസ്ത്രം, പച്ചുകൂട്ട്, ഗൃഹസൗഖ്യം, കുടുംബസൗഖ്യം, ഉന്നത ജനബന്ധം, കീർത്തി എന്നിവയും വിദേശത്തിരിക്കുന്നവർക്ക് സ്വദേശത്ത് അവസാന കാലങ്ങളിൽ വന്നു നിൽക്കാനുള്ള യോഗഭാഗ്യങ്ങളും കാണപ്പെടുന്നു. ഇടവിട്ട് ത്വക്ക് രോഗം, വാതരോഗം, നരമ്പ് രോഗങ്ങൾ എന്നിവയെല്ലാം ഈ സർപ്പ ദശാകാലത്ത് അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ 14 കൊല്ലം വേഴദശ. വേഴദശാകാലം ഇവർക്ക് പൊതുവെ വളരെ ഉത്തമവും ഭാഗ്യവുമായിരിക്കും. ബാക്കി ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ശനിദശ ആ കാലഘട്ടമാകുന്നു. അത് ദൈവഹിതം പോലെ നടക്കട്ടെ. ഇവർക്ക് 3, 5, 7 നക്ഷത്രങ്ങൾ പിറന്നവരുമായി വിവാഹബന്ധം പാടില്ല. കൊടുക്കൽ വാങ്ങൽ, കൂടിപ്പുലർച്ച ഇവയൊന്നും ഈ നക്ഷത്രക്കാരുമായി പാടുള്ളതല്ല. പൊതുവെ ഇവർ ബുധദശയിലാണ് ജനിക്കുന്നത്. ബുധദശയിൽ ജനിക്കുന്നത് കൊണ്ട് വിഷ്ണുപ്രീതി, ശിവപ്രീതി ഇവർ വരുത്തിക്കൊള്ളണം. അടുത്തത് 2ാമത്തെ ദശ കേതുദശയാണ്. കേതുദശയിൽ സർപ്പപ്രീതി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. കേതുദശ കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. ആ ശുക്രദശാകാലത്ത് ഗണപതി പ്രീതി, സർപ്പപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുകയും ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജനം നടത്തുകയും ചെയ്തു കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞ് ആദിത്യ ദശാകാലം 6 കൊല്ലം. ആദിത്യ ദശാകാലത്ത് ശിവപ്രീതി, ശിവന് ജലധാര എന്നിവ നടത്തുക. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശയിൽ ഗ്രഹസൗഖ്യം, ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി ദേവിക്ക് കുങ്കുമാർച്ചന, പൗർണമി അർച്ചന, പൗർണമി പൂജ എന്നിവ നടത്തുക. അത് കഴിഞ്ഞാൽ ചൊവ്വാദശയ്ക്ക് വേണ്ടി ചൊവ്വാദശ 6 കൊല്ലം. ചൊവ്വാദശയ്ക്ക് വേണ്ടി മുരുകന് പ്രീതി വരുത്തിക്കൊള്ളുക. പിന്നീട് വരുന്ന 18 കൊല്ലം രാഹുർ ദശ. രാഹുർ ദശയ്ക്ക് വേണ്ടി ആയില്യ പൂജ, പ്രധാന പുണ്യ നാഗക്ഷേത്രങ്ങളിൽ പോയി ആരാധന വഴിപാടുകൾ നടത്തുക. അത് സർപ്പദശ കഴിഞ്ഞാൽ വേഴദശ. വേഴദശാകാലത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം, കൃഷ്ണന് പാൽപായസം, ഭാഗ്യസൂത്രാർച്ചന എന്നിവ നടത്തുക. പിന്നീടുള്ളത് ശനി. ശനിദശയിൽ ശാസ്താപ്രീതിയും വരുത്തിക്കൊള്ളുക. ഇവരുടെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ആകുന്നു. ഭാഗ്യ നമ്പർ 5, 7. ഭാഗ്യ നിറം മഞ്ഞ, ഓറഞ്ച്. ഇവർക്ക് ധരിക്കേണ്ട രത്നങ്ങൾ ബുധദശയിൽ ജനിക്കുന്നതുകൊണ്ട് ബുധദശയിൽ പച്ച മരതകവും, കേതുദശയിൽ വൈഡൂര്യവും, ശുക്രദശയിൽ വൈരക്കല്ലും, ആദിത്യദശയിൽ ചുവന്നരത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വാദശയിൽ പൗരവും, രാഹുവിൽ ഗോമേതകവും, വേഴനിൽ പുഷ്യരാഗവും, ശനിയിൽ ഇന്ദ്രനീലവും ധരിച്ചു കൊള്ളുക. ചില സന്ധികളിലും ദോഷങ്ങളിലും വേണ്ടി ഇവ അടുത്തുള്ള ആചാര്യന്മാർ നിശ്ചയിച്ചപ്രകാരം ഇവയെല്ലാം ധരിക്കുകയും പൊതുവെ ഭഗവാന്റെ അനുഗ്രഹവും നല്ല പൂജകൾ നടത്തി ദോഷങ്ങൾ മാറ്റുവാൻ എല്ലാവിധ
ഐശ്വര്യങ്ങളും